good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണെന്നുള്ളത്. നാടൻ പടവലങ്ങ മുളകുകോശിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പടവലങ്ങയും പരിപ്പും ചേർത്ത് തേങ്ങ അരച്ച് വെക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇൻഗ്രീഡിയൻസിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ടേസ്റ്റ് രണ്ടും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. പടവലങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുളകുകോശി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പടവലങ്ങ മുളകുകോശ്യത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഞാൻ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് എന്ന് പറയുമ്പോൾ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പായസം വയ്ക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താണിത്. 1/2 കപ്പ് പരിപ്പ് മതി ഈ ഒരു വലുപ്പത്തിലുള്ള പടവലങ്ങ എടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു 3-4 ഉള്ളി, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്. അരപ്പിന് 1/4 കപ്പ് മതി, ഒരുപാട് അരപ്പ് വേണ്ട ഇതിന്. അപ്പോൾ സാധാരണ തൂരപ്പരിപ്പാണെങ്കിലും ചേർക്കാം, പക്ഷേ തൂരപ്പരിപ്പ് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ചെറുപയർ പരിപ്പ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഈ പരിപ്പാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഒന്നും ചേർക്കാൻ പറ്റില്ല. വെളുത്തുള്ളി ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുപയർ പരിപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുക്കട്ടെ. കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കുക. ഞാൻ വെറുതെ നടുക്കൊന്ന് ഒടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മളിപ്പോൾ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഇനി പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. പടവലങ്ങ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇതിന് മുന്നേ നമ്മൾ പടവലങ്ങയുടെ റെസിപ്പി ചെയ്തപ്പോൾ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പടവലങ്ങ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പടവലങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം അരയ്ക്കുക, അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. സാധാരണ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ച് അരപ്പിൽ വെള്ളം ചേർക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ പടവലങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ്, ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പീസായിട്ട്. ഒരുപാട് ചെറിയ പീസല്ല, ഒരുപാട് വലിയ പീസല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് തക്കാളി ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. മൊത്തം ഒരു തക്കാളി നമ്മൾ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി പരിപ്പ് വേവിച്ചതിലേക്ക് പടവലങ്ങയും തക്കാളിയും ഒക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം. പ്രഷർ പോയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് കുക്കായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി പടവലങ്ങയും തക്കാളിയും ചേർന്നിട്ട് ഒരു വിസിൽ വന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുഴഞ്ഞു പോകരുത് പടവലങ്ങയും തക്കാളിയും, അതുകൊണ്ടാണ് നമ്മൾ ഒരു വിസിൽ വന്നാൽ മതി എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പടവലങ്ങയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഉപ്പ് ചേർക്കണം. നമ്മൾ ആദ്യം പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായുള്ളൂ. ഇനിയിപ്പോൾ പടവലങ്ങയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ്
വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാം വറവിടാനായിട്ട്. അപ്പോൾ നമ്മൾ പടവലങ്ങയും തക്കാളിയും ചേർത്ത് കുക്ക് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കുക്കർ തുറക്കാം. പടവലങ്ങയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടില്ല ഒരുപാട്, അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട. പടവലങ്ങയും ഉടഞ്ഞു പോകണ്ട. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടേ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ടൊന്ന് ആവി വരണം. തിളച്ച് മറിഞ്ഞു പോകരുത്. എങ്കിലും നന്നായിട്ട് ചെറിയ ബബിൾസ് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആവി നന്നായിട്ട് വന്നോളും. അതുപോലെ തന്നെ നമ്മുടെ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നോളും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കറി ബബിൾസ് ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളച്ച് വരും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ വറവ് ചേർക്കാനായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരുന്നു. ഇതിൽ ഉള്ളി ചേർക്കണം കേട്ടോ. ഉള്ളി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാനുള്ള വെളിച്ചെണ്ണ വേണം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് മതി. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉള്ളി ബ്രൗൺ കളറായി വരണം. അതുപോലെ തന്നെ നമ്മുടെ കറി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ ഗ്രേവി എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാനിപ്പോൾ എടുത്ത കൺസിസ്റ്റൻസിയേക്കാൾ കുറച്ചുകൂടി ഗ്രേവി തിക്കായി വന്ന് തുടങ്ങുന്നുണ്ട് ചൂട് മാറി വരുന്നതനുസരിച്ച്. ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2-3 ഇതിൽ കറിവേപ്പില. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. കണ്ടോ, ഇപ്പോൾ ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട. ഒരുപാട് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉള്ളിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ തന്നെ എടുക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ മുളകുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വേണം. അതുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ മുളകുപൊടി റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല തിക്കായി വരുന്നുണ്ട് കറി. നമ്മുടെ പരിപ്പൊന്നും കാണാനേ ഇല്ല. പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞു. പടവലങ്ങ കഷ്ണങ്ങളും തക്കാളിയും മാത്രമേ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ബാക്കിയിരിക്കുന്ന വറവും കൂടി ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ മുളകുപൊടി നമ്മളിതാ വറവൊക്കെ ഇട്ട് റെഡിയാക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും.
ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.